തൃശൂർ സ്വദേശികൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട സംഭവത്തിൽ മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. മാധ്യമ വാർത്തകളെ തുടർന്നാണ് കാതോലിക്ക ബാവയുടെ ഇടപെടൽ. ബിനിലിന്റെയും ജെയിന്റെയും വിഷയം റഷ്യൻ അംബാസിഡറിനെ നേരിട്ട് ബോധിപ്പിക്കുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അറിയിച്ചു. ഇരുവരുടെയും കുടുംബാംഗങ്ങളുമായി കാതോലിക്ക ബാവ സംസാരിക്കുകയും ചെയ്തു. റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുന്ന ചടങ്ങിൽ സഭാധ്യക്ഷൻ റഷ്യൻ അംബാസിഡറെ കാണും. തൃശൂർ കുറാഞ്ചേരി സ്വദേശികളായ ജെയിൽ, ബിനിൽ എന്നിവരാണ് റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്നത്. മനുഷ്യക്കടത്തിനിരയായ ഇവർ റഷ്യയിൽ അകപ്പെട്ടിട്ട് 8 മാസങ്ങളോളം കഴിഞ്ഞു. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് ഇരുവരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പിന്നീടാണ് അവിടെ പെട്ടുകിടക്കുകയാണ് എന്ന കാര്യം മനസ്സിലായത്. അവിടുത്തെ മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. യുദ്ധമുഖത്ത് എന്തും സംഭവിക്കാം. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ജെയിൻ കുടുംബത്തിന് അയച്ച അവസാനത്തെ സന്ദേശം. എത്രയും വേഗം ഇവരെ നാട്ടിലെത്തിക്കണമെന്നാണ് ഇരുവരുടെയും വീട്ടുകാരുടെ അപേക്ഷ. 4 മാസമായി മന്ത്രിമാർക്കും MP-മാർക്കും എല്ലാം ഇരുവരുടെയും കുടുംബം അപേക്ഷ നൽകി വരികയാണ്. നോർക്കയുമായി ബന്ധപ്പെട്ടപ്പോൾ നിസ്സഹായരാണ് എന്ന് കുടുംബത്തിന് മറുപടി ലഭിച്ചു. വരും, വിഷമിക്കരുത് എന്ന ആശ്വാസവാക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ഇരുവരുടെയും ബന്ധുക്കൾ പറയുന്നു. ഇനി വിളിക്കാൻ പറ്റില്ലമ്മേ, റേഞ്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഒടുവിൽ പറഞ്ഞത് എന്നാണ് അമ്മ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇരുവരെയും നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബങ്ങളുടെ അപേക്ഷ.